ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. നമ്മുടെ പരിസരത്ത് ചെറുതും വലുതുമായിട്ട് നിരവധി സസ്യങ്ങളുണ്ട്. പല സസ്യങ്ങളും വളരെയധികം ഉപകാരമുള്ളതാണ്. പക്ഷെ അതിനെപ്പറ്റി നമുക്ക് വലിയ ധാരണയില്ല. അതുകൊണ്ട് തന്നെ അവയൊക്കെ നശിപ്പിച്ച് കളയും. നമ്മുടെ പരിസരത്തുള്ള ഓരോ ചെടിക്കും, അതായത് ഒരു പുൽച്ചെടിയെ പോലും നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല അല്ലേ? അക്കൂട്ടത്തിൽ നമുക്ക് ഏറെ ഉപകാരമുള്ള ഒരു സസ്യമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ തമ്പനിയിൽ കണ്ട മാതിരി തന്നെ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഷാമ്പു ഉണ്ടാക്കുന്ന രീതി കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്കാക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സർവ്വസാധാരണമായിട്ട് ഞാൻ കാണുന്ന ഒന്നാണ് ഈ ഒരു ചെടി. ഇതിൻ്റെ ഗുണം അറിഞ്ഞാൽ അതിശയപ്പെടും കേട്ടോ. പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യം വയനയില, വഴനയില എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇലകൾക്ക് നല്ല സുഗന്ധം ഉണ്ടാവും. കറുകപ്പട്ടയുടെ ഫാമിലിയിൽപ്പെട്ട ഒരു സസ്യമാണ് കേട്ടോ ഇത്. ഇതിൽ കറുകപ്പട്ട എടുക്കുന്ന കറുകാച്ചെടിയുണ്ട്, സർവ്വസുഗന്ധി, ഗ്രാമ്പൂ ഇവയെല്ലാം ഈ ഒരു ഫാമിലിയിൽ പെട്ടതാണ്. അപ്പോൾ വയനയില നല്ല മരമായിട്ട് വളർന്നു വരുന്ന ഒരു സസ്യമാണ് കേട്ടോ. ഇതിപ്പോൾ ചെറുതാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഒത്തിരി ഉപകാരമുണ്ട്. അപ്പോൾ കറുകയിലയ്ക്കും വയനയിലയ്ക്കുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ കറുകയുടെ ഇല എന്ന് വെച്ചാൽ നമ്മൾ വായിലിട്ട് ചവച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല എരിവും മധുരവും കൂടി ഉള്ളതാണ്. പക്ഷെ വയനയില ഒരു 3 വരകളുള്ള, ഇതിൽ കണ്ടില്ലേ അതുപോലെ നീളത്തിലുള്ള ഇലയായിരിക്കും കേട്ടോ. ബിരിയാണിയൊക്കെ മണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇലയൊക്കെ ഉണക്കി അതിലിടാറുണ്ട്. ബേരീഫ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഹെർബൽ ടീ ഉണ്ടാക്കാം കേട്ടോ. വാതരോഗം, ശരീരവേദന, ജോയിൻറ്റിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, ദഹനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതേപോലെ തന്നെ ഹൃദ്രോഗ സംബന്ധമായ അസുഖമുള്ളവർക്കൊക്കെ ഈ ഹെർബൽ ടീ വളരെ ഉപകാരപ്രദമാണ്. പിന്നെ പൊട്ടാസ്യം, അയൺ, മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻറ്റ് എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ടാണ് ഹൃദ്രോഗത്തിന് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, പല്ലൊക്കെ നന്നായിട്ട് വെളുക്കാൻ വേണ്ടിയിട്ടില്ലേ, ഇതിൻ്റെ ഉണക്ക കമ്പുകൾ നന്നായിട്ട് കരിച്ച് അതിൻ്റെ കരി എടുത്ത് ആ കരി പൊടിച്ച് അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് തേക്കുക കേട്ടോ. നന്നായിട്ട് പല്ല് വെളുക്കുന്നതായിരിക്കും. അപ്പോൾ സോപ്പും ഷാമ്പൂ ഒക്കെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഷാമ്പൂ റെസിപ്പിയാണ് ഞാനിവിടെ ഇടുന്നത്. നോക്കിക്കേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് പനിക്കൂർക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പനിക്കൂർക്ക അതിൽ ചേർക്കണം കേട്ടോ. അതേമാതിരി ഇതിൻ്റെ ഒരു 8-9 ഇല കൂടി അങ്ങ് എടുക്കുക. അപ്പോൾ താരനും പേൻ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ മാറി മുടിയൊക്കെ നന്നായിട്ട് ഇടതൂർന്ന് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഷാമ്പു, ഹെർബൽ ഷാമ്പു നമുക്ക് ഉപയോഗിക്കാം. യാതൊരു വിധത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 വട്ടമൊക്കെ ഇത് നമുക്ക് തലയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് അങ്ങ് കഴുകിക്കളയുക. അപ്പോൾ ഞാനിതാ ഈ 2 ഇലകളും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെയധികം ഇത് മാത്രമല്ല കേട്ടോ, ഷാമ്പൂ മാത്രമല്ല, വളരെ എളുപ്പത്തിൽ ഫേസ് വാഷൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. കണ്ടോ, അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടൂല, കാരണം അതിനകത്ത് നാരുകളൊക്കെ കൂടുതലായിട്ട് അടങ്ങിയത് കൊണ്ട് അരഞ്ഞ് കിട്ടൂല കേട്ടോ. കണ്ടോ, ആ അരച്ച അത് മുകളിലേക്ക് ഇങ്ങനെ പാറി നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? ഒരു വഴുവഴുപ്പ്, നമ്മൾ താളിയൊക്കെ തലയിൽ തേക്കാനുള്ള താളിയൊക്കെ നമ്മൾ അരച്ചെടുക്കുമല്ലോ, അതിൻ്റെ ഒരു രൂപത്തിലാണ് ഇത് ഉണ്ടാവുക കേട്ടോ. ഇതാ നന്നായിട്ട് ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ചേർത്ത് ഇനി ഞാനിത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പേൻ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ, തലയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ താരൻ്റേതായ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ, തലയോട്ടിയിൽ ഉണ്ടാവാറുണ്ട്. ആ ഒരു പ്രശ്നത്തിനൊക്കെ നല്ലൊരു പരിഹാരമാണിത്. അതേമാതിരി നല്ല മുടിക്കൊക്കെ നല്ലൊരു സുഗന്ധം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വിവരം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നന്നായിട്ട് ഇതാ തിളയൊക്കെ വന്നിട്ടുണ്ട്, കാണുന്നുണ്ട്. ഒരു സോപ്പിൻ്റെ പതമാതിരി ഇതങ്ങ് പതഞ്ഞ് പൊന്തി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പനിക്കൂർക്ക ഇട്ടത് കൊണ്ട് തന്നെ പനി, ജലദോഷം അതിൻ്റേതായ പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു പരിഹാരം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ പാടയൊക്കെ കണ്ടില്ലേ, മുകളിലേക്ക് വരുന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മുടിയുടെ നര മാറാൻ വേണ്ടിയിട്ട്, ഉള്ളോട് കൂടിയിട്ട് മുടി വളരാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ 1 മാസം ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതായത് ആഴ്ചയിൽ 2-3 വട്ടം തേക്കുക. 1 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പണ്ട് മുതൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിത് കേട്ടോ. ഓക്കെ, എന്താ അപ്പോൾ ഞാനത് തിളയൊക്കെ വന്ന് ആവശ്യത്തിനായപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു കേട്ടോ. ഇനി അത് ആറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആറിക്കഴിഞ്ഞു.
അപ്പം ഇനി ഇതാ അരിപ്പയൊക്കെ ഉപയോഗിച്ച് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് അങ്ങ് വെള്ളം മാതിരി അങ്ങ് വീഴൂല കേട്ടോ. കുറച്ചൊരു പതുക്കെ പതുക്കെ കണ്ടില്ലേ, അതൊരു വഴുവഴുപ്പുള്ള ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് പതുക്കെ പതുക്കെ അങ്ങ് വീഴത്തുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വെയിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആറിയൊക്കെ വന്നതിന് ശേഷം ഒരു ഷാമ്പു ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ടങ്ങ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഈ ഇലയുടെ ബാക്കിയുള്ള ഉപയോഗങ്ങളെക്കുറിച്ച് അറിയണമെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് കൂടി ചെയ്യുക, ലൈക്ക് കൂടി അടിക്കണം. ഓക്കെ, അപ്പോൾ ഇതാ ഞാനിത് അരിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇതാണ് സ്ട്രക്ചർ കേട്ടോ. അപ്പോൾ കുറേ ദിവസം ഇത് കേടുകൂടാതെ അങ്ങ് ഇരിക്കും കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ നമുക്ക് സൂക്ഷിക്കാം. ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് കുറച്ച് നേരത്തെ അത് എടുത്ത് മാറ്റിയാലങ്ങ് മതി, തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായിട്ട് ഇനി വരാം കേട്ടോ. ഓക്കെ, എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളിൽ ഒരാളായ ഞാൻ എന്നും എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ. ഓക്കെ, ബായ്.